പിന്നെ എല്ലാ ഷിഫ്റ്റിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ ക്വാർട്ടേഴ്സിൽ താമസാക്കിയേ. പക്ഷെ കുറച്ച് സാധനങ്ങളോട് നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും എടുത്ത് നമ്മൾ അവിടുത്തെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമ്മളൊരു ചായം കുടിച്ചിട്ട് നേരെ നമ്മൾ നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. ഇന്നലെ രാത്രിയിലത്തെ ഡിന്നർ പ്രവീൺ സാറും മാരി ചേച്ചിയാണ് തന്നത്. അതുപോലെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞങ്ങൾക്ക് തന്നത് അമ്പിളിയേച്ചും പ്രദീപ് സാറാണ്. സോ രണ്ട് ഫാമിലിക്ക് ഒരുപാട് താങ്ക്സ്. കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡും കൂടി ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അങ്ങനെ നമ്മളിതാ ഓരോന്നായിട്ട് നമ്മളിതാ വീട്ടിലേക്ക് അല്ലെങ്കിൽ ക്വാർട്ടേഴ്സിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ. ഞാനും ഏട്ടനും കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയി. ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ പണിയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ല സമയമാണ്. നമ്മുടെ വണ്ടിയും കേടായി, നമ്മുടെ ചാർജ് ഫുൾ ഇറങ്ങിപ്പോയി. പിന്നെന്താ അടുക്കള കുറച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുള്ളൂ. പക്ഷെ അപ്പോഴേക്കും തന്നെ ഫുള്ള് നിറഞ്ഞ അടുക്കള. ഇനി എവിടെ വെക്കണം എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. സാധനങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ഇനി എടുത്ത് പിറക്കി വെക്കാനുണ്ട്. വലിയൊരു പണി കിടക്കാണ്. ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. കാരണം നമ്മൾ സ്ഥിരം വീഡിയോസ് ഇട്ടിട്ട് ഒരു ദിവസം പോലും ഇടാണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു വിമ്മിഷ്ടം പോലെ. ജനൽ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് നമ്മളൊരു കിളിക്കൂടി കണ്ടത്. ആദ്യം നമ്മളത് കളയാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് അതിൽ 2 മുട്ട കണ്ടത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, എന്താണെങ്കിലും ഒരു ജീവനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വെച്ചു. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ പാടായിട്ട് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ സ്മെല്ല് വരും തോന്നുന്നുണ്ട്. അതാണ് നമുക്കൊരു വിഷമം. നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇരിക്കണത്. പിന്നെ ഇനി ഇതൊക്കെ സെറ്റ് ആവണം ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.